ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ എനർജി LNG ഉൽപ്പാദനം നിർത്തിവെച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഖത്തർ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. റാസ് ലഫാനിലെ LNG ഉൽപ്പാദന കേന്ദ്രത്തിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി വരുന്നത്. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ കൂടുതൽ ആക്രമണ വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആക്രമണം ഓരോ ഗൾഫ് രാജ്യങ്ങളെയും എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിശദാംശങ്ങൾ ഈ പുതിയ വിവരങ്ങൾ സംബന്ധിച്ച് മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, നിലവിൽ ഈ ഖത്തറിനെയൊക്കെയും എനർജി സ്രോതസ്സുകളെ കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ ആ നിലയ്ക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളവും കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ അപകടമുണ്ടായ മേഖലകൾ, അത് ഒമാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയും അതൊക്കെയും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. അല്ലെങ്കിൽ ആക്രമണം ചെറുക്കുന്നതിനിടയിൽ അപകടമുണ്ടായതും ഒക്കെ ഈ പ്രധാനപ്പെട്ട മേഖലകളിലാണ്. അത് വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ എനർജി റിസോഴ്സുകളെയൊക്കെയും കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആണവ ഇത്തരത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെയും ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് അത് നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു. അത് കൂടുതൽ ശക്തമാക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ റാസ് ലഫാനിലെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. റാസ് ലഫാനിലെ എനർജി ഉൽപാദന കേന്ദ്രത്തിൽ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. അവിടെ ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ എനർജി LNG ഉൽപാദനം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഈ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളവും ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതും കുവൈറ്റ് അതിനെയും തരണം ചെയ്തു വരികയാണ് എന്നുള്ള ഒരു വിവരം കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ UAE സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനമായി ആക്രമണം നടന്നത് അത് റാസൽ ഖൈമയിലാണ്. ഈ റാസൽ ഖൈമയിൽ ഉണ്ടായ അപകടത്തിന്റെ വിവരങ്ങൾ അത് പുറത്തു വരുമ്പോഴും ആർക്കും പരിക്കില്ല എന്നുള്ള വിവരം റാസൽ ഖൈമയിൽ നിന്നും ഒടുവിൽ സ്ഥിരീകരിച്ച് ലഭിക്കുന്നുണ്ട്. ഖത്തറിൽ ഇപ്പോൾ എന്തായാലും ഈ കുട്ടികളെ സുരക്ഷിതരാക്കിയിരുത്തണം എന്ന് മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഖത്തർ മന്ത്രാലയം അത് കൃത്യമായി ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകുന്നുണ്ട്. മാത്രമല്ല, ഒരു പക്ഷേ വൈകിട്ടേക്ക് കടക്കുന്നതോടുകൂടി കൂടുതലായിട്ടുള്ള ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ 6 മണിക്ക് ശേഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഓരോ രാജ്യങ്ങളും നൽകി വരികയാണ്. നിലവിൽ ഈ കാര്യമായിട്ടുള്ള ഒരു ആക്രമണം ഈ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ആക്രമണം എന്ന് എടുത്തു കാട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രാവിലെ ഉണ്ടായ ആക്രമണത്തിന്റെ വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഏതാണ്ട് ഒരു മണിക്കൂറോളം നടന്ന ആക്രമണമാണ്. ഈ ബഹ്റൈനും കുവൈറ്റും ഒഴികെയുള്ള രാജ്യങ്ങളിലൊക്കെയും ഒരു മണിക്കൂറിന് ഉള്ളിൽ നടന്ന ആക്രമണം, അതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബഹ്റൈനിൽ കാര്യമായി തന്നെ രാവിലെ മുതൽ ഈ അലേർട്ടുകൾ നൽകുന്നുണ്ട്. ആക്രമണത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉഗ്ര ശബ്ദങ്ങളും പുകയും ഒക്കെ കാണുന്നത് ബഹ്റൈനിലെ രാവിലെ മുതൽ ഭീതിപ്പെടുത്തുന്ന ചില കാഴ്ചകളുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അതിന് കുറവ് വന്നിട്ടുണ്ട് എന്നാണ് റിയൽ ടൈം വിവരമായി നൽകാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും രാത്രി എന്തുണ്ടാകും എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ഒമാന്റെ നിലപാട് സംബന്ധിച്ചാണ് ഗൾഫ് മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. ഒമാനും ഒപ്പം തന്നെ സൗദിയും ഏത് നിലപാടിലേക്ക് മാറും എന്നുള്ളത്. ആദ്യം തന്നെ നിലപാട് കടുപ്പിച്ച് സൗദി രംഗത്തെത്തിയിരുന്നു. പിന്നീടാണ് അവർ ഒന്നും മയപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.